Hi everyone, welcome to Learn with Basil Neelamra. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർ ബേസ്ഡ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഈസി ടോപ്പിക് ആണ്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി, വളരെയധികം തറോ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഷെയർ ബേസ്ഡ് പേയ്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഒന്ന് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ESOP, അതല്ലെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ, അതല്ലെങ്കിൽ സ്റ്റോക്ക് അപ്രീസിയേഷൻ റൈറ്റ്. ഈ മൂന്ന് തരത്തിലാണ് എംപ്ലോയീസിന് ഷെയർ കൊടുക്കാറ്. എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ? Employee stock option plan is a contract that gives employees a right to subscribe specified number of shares of company at a predetermined price that is known as exercise price. For employeesന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഓൾറെഡി പ്രീഡിറ്റർമൈൻഡ് ആണ്. ഈ പ്രീഡിറ്റർമൈൻഡ് പ്രൈസിന്റെ പേരാണ് എക്സസൈസ് പ്രൈസ്. Employee stock purchase plan ESPP is a plan under which company offers shares to employees at a discounted price as a part of public issue. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത് കമ്പനി അതിന്റെ പബ്ലിക് ഇഷ്യൂ കൊടുക്കുമ്പോൾ, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ കൊടുക്കുമ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ എംപ്ലോയീസിന് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ്. അതും മാർക്കറ്റിലെ റേറ്റിലേറെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ. അപ്പോൾ എംപ്ലോയി ഷെയർ ഓപ്ഷൻ പ്ലാനിൽ അങ്ങനെ പബ്ലിക്കിനല്ല കൊടുക്കുന്നത്, എംപ്ലോയീസിന് മാത്രം കൊടുക്കുകയാണ്. ചില ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ് ഒരു പ്രീഡിറ്റർമൈൻഡ് പ്രൈസിൽ. എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാന് പബ്ലിക് ഇഷ്യൂ നടത്തുന്ന സമയത്ത്, കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്ന സമയത്ത് എംപ്ലോയീസിന് വേണമെങ്കിൽ ഷെയർ വാങ്ങിക്കാം. അത് അവർക്ക് പുറത്തുനിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ എന്ത് കൊടുക്കേണ്ടി വരും? മാർക്കറ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടണ്ട, ഞങ്ങളുടെ എംപ്ലോയീസ് ആണ് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ആക്സെപ്റ്റ് ചെയ്യാം. സ്റ്റോക്ക് അപ്രീസിയേഷൻ റൈറ്റ് SAR entitle employees to receive cash equivalent to the excess of market price on exercise date over a stated period. ഒരു എക്സസൈസ് ഡേറ്റിലെ മാർക്കറ്റ് പ്രൈസിലും കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. വെസ്റ്റിംഗ്, എക്സസൈസ് പീരിയഡ് ആൻഡ് എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എക്സസൈസ് പ്രൈസ്. ഈ എക്സസൈസ് പ്രൈസിലുള്ള എമൗണ്ട് ആണ് എംപ്ലോയീസ് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേ ചെയ്യേണ്ട എമൗണ്ട്. എക്സസൈസ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് വെസ്റ്റിംഗ് പീരിയഡ് എന്താ നോക്കാം. വെസ്റ്റിംഗ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓർ പീരിയഡ് ഓൺ വിച്ച് എംപ്ലോയി ഗെയിൻ റൈറ്റ് ടു സബ്സ്ക്രൈബ് ഷെയർസ്. എംപ്ലോയിക്ക് ആ റൈറ്റ് കിട്ടുന്ന ഡേറ്റ് അല്ലെങ്കിൽ പീരിയഡ്, ഷെയർ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന സമയത്ത് ആ ഡേറ്റ് അല്ലെങ്കിൽ പീരിയഡിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിംഗ് പീരിയഡ്. എന്താ എക്സസൈസ് പീരിയഡ്? പീരിയഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷൻ ടിൽ ദ ഡേറ്റ് ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ്. എന്നാണോ വെസ്റ്റ് ആയി, എന്നാണോ എംപ്ലോയീസ് അത് എക്സസൈസ് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് എക്സസൈസ് പീരിയഡ്. അപ്പൊ ഈ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് എക്സാമിനേഷൻ അധികം നിങ്ങൾക്ക് ചോദിക്കുന്നത് ജേർണൽ എൻട്രീസ് ആണ്. അപ്പൊ ജേർണൽ എൻട്രീസും അതേപോലെ തന്നെ ആ ജേർണൽ എൻട്രിക്ക് വേണ്ട കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിൽ കൂടുതൽ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഫോർ എംപ്ലോയീസ് ഷെയർ ഓപ്ഷൻ പ്ലാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഇതിന്റെ എന്ത് ഡിസ്കസ് ചെയ്യും? അക്കൗണ്ടിങ് എൻട്രീസ് ഡിസ്കസ് ചെയ്യും. അപ്പോ ആദ്യം പറയേണ്ടത് amount recognized as expense in a period is debited to employees compensation expense account. Amount to be recognized as an expense is the excess of market price over exercise period. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത് ഇതാണ്. എത്രയാണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്? എത്ര കാണിക്കേണ്ടത്? excess of market price over the exercise price. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ് ആണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ദിസ് ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ ദി എക്സസൈസ് പീരിയഡ്. ഇൻ കേസ് ബോത്ത് എക്സസൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആർ സെയിം, ദെൻ ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ഷുഡ് ബി കൺസിഡേർഡ്. ഇപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ, മാർക്കറ്റ് വാല്യൂം എക്സസൈസ് വാല്യൂം സെയിം ആണെങ്കിൽ പിന്നെ ഫെയർ വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കൊരു 3 എൻട്രീസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും, 4 എൻട്രീസ് ആണ് പ്രധാനമായിട്ടും
എംപ്ലോയി ഷെയർ ഓപ്ഷൻ പ്ലാനിലുള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എൻട്രി ആണ്. എന്താണ് എൻട്രി? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. ഏത് എമൗണ്ട് ആണ് ഇവിടെ പോകേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആൻഡ് എക്സസൈസ് പ്രൈസ്. നെക്സ്റ്റ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇയർ എൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഇനി ചില ഷെയർസ് എക്സ്പയർ ചെയ്ത് പോകും, അല്ലെങ്കിൽ അൺഎക്സസൈസ് ചെയ്ത് പോകും. എംപ്ലോയീസിന് ഷെയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് എക്സസൈസ് പ്രൈസ് കൊടുക്കണം, അവരുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കണം. അപ്പൊ ചില ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ എക്സസൈസ് ചെയ്യാതെ പോകും, ഓപ്ഷൻ ലാപ്സ് ആയി പോകും. അങ്ങനെ ഓപ്ഷൻ ലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രി ആണ് എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ലെറ്റർ ടു ജനറൽ റിസർവ്. അപ്പൊ എത്രയാണോ ലാപ്സ് ആയത് അത് എങ്ങോട്ട് മാറ്റും? ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് ഫൈനൽ എൻട്രി എംപ്ലോയീസ് ക്യാഷ് കൊടുക്കും. ക്യാഷ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് അക്കൗണ്ട് കിട്ടും, പൈസ കിട്ടും, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ. ആൻഡ് കമ്പനിക്ക് ഇതുവരെ എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഷെയർ കൊടുക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി. ആ ലയബിലിറ്റി ക്യാൻസൽ ചെയ്യണം. ആ ലയബിലിറ്റി ക്യാൻസൽ ചെയ്യാൻ അത് ഡെബിറ്റ് ചെയ്യും, എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പൊ ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം ഫേസ് വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകും? സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ടിലോട്ട് പോകും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടി. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. Choice Limited grants 100 stock option to each of its 1000 employees on 1st April 2014 for $20. But 20 ആണ് exercise price. Depending upon the employees at the time of vesting of option. Market price of the share is 50. The market price of 50 exercise price 20 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പ്രൈസിന്റെയും അതേപോലെ തന്നെ എക്സസൈസ് പ്രൈസിന്റെയും ഡിഫറൻസ് ആണ് എങ്ങോട്ട് പോകേണ്ടത്? എക്സ്പെൻസ് അക്കൗണ്ടിലോട്ട് പോകേണ്ടത്. അപ്പൊ എക്സ്പെൻസ് അക്കൗണ്ടിലോട്ട് എത്ര പോവും? മാർക്കറ്റ് പ്രൈസ് 50 മൈനസ് എക്സസൈസ് പ്രൈസ് 20. ഒരു ഓപ്ഷനിൽ 30 ആണ് കമ്പനിക്ക് വരുന്ന എക്സ്പെൻസ്. കാരണം മാർക്കറ്റിൽ 50 ഉണ്ട്, ബട്ട് എംപ്ലോയീസിന് അത് 20 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് 20 മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി 30 എക്സ്പെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ സാലറി പോലെ ട്രീറ്റ് ചെയ്യാം. എംപ്ലോയീസിന്റെ എക്സ്പെൻസ് അക്കൗണ്ട് ആണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എത്രയാണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിലോട്ട് പോകേണ്ടത്. These options will vest at the end of year 1 if the earning of Choice Limited is 16%. ഇപ്പൊ പറയുന്നത് ഈ ഓപ്ഷൻസ് വെസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ചോയ്സ് ലിമിറ്റഡിന്റെ ഏർണിംഗ് 16% ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ എംപ്ലോയീസ് ഈ ഓപ്ഷന് സബ്സ്ക്രൈബ് ചെയ്യും. ഇനി അതല്ല ഫസ്റ്റ് ഇയറിൽ 16% ആവുന്നില്ലെങ്കിൽ or it will vest at the end of second year if average earning of 2 year is 13%. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ആവറേജ് ഏർണിംഗ് 13% ആണെങ്കിൽ അത് സെക്കൻഡ് ഇയറിന്റെ എൻഡില് വെസ്റ്റ് ചെയ്യും, എംപ്ലോയീസ് സബ്സ്ക്രൈബ് ചെയ്യും. ഓർ ലാസ്റ്റ്ലി ഇറ്റ് വിൽ വെസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ ഇഫ് ദി ആവറേജ് ഏർണിംഗ് ഓഫ് 3 years വിൽ ബി 10%. അപ്പൊ എന്താ ഈ പറയുന്നത്? എപ്പോഴാണ് എംപ്ലോയീസ് ഇത് എടുക്കുക? ഫസ്റ്റ് ഇയറിൽ 16% ആണെങ്കിൽ എംപ്ലോയീസ് ഷെയർ പർച്ചേസ് ചെയ്യും, വെസ്റ്റ് ചെയ്യും, വെസ്റ്റിംഗ് കണ്ടീഷൻ. ഫസ്റ്റ് ഇയറിൽ 16% ഇല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് വെസ്റ്റ് ചെയ്യുന്നത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്? സെക്കൻഡ് ഇയറിൽ ഇത് വെസ്റ്റ് ചെയ്യുന്നു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതിനും കണ്ടീഷൻ ഉണ്ട്, എന്താവണം? 13% ആവണം. ഇനി സെക്കൻഡ് ഇയറിലും 13% ആവറേജ് വരുന്നില്ല ഫസ്റ്റ് 2 വർഷത്തിന്റെ എങ്കിൽ ഫൈനലി എന്താണെങ്കിലും തേർഡ് ഇയറിൽ വെസ്റ്റ് ചെയ്യും. ഇഫ് ദി ആവറേജ് ഓഫ് 3 years എത്രയാണെങ്കിൽ 10% ആണെങ്കിൽ. 5,000 unvested options lapsed on 31st March 15, 4,000 unvested option lapsed on 31st March 16, and finally 3,500 unvested options lapsed on 31st March 2017. Following is the earning of Choice Limited year ended on 31st March 15
14% ഉള്ളൂ. അപ്പൊ എന്തെന്ന് മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ഇയറിൽ 16% ആണെങ്കിൽ ഓപ്ഷൻസ് വെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇയറിൽ എത്രയായത് 14% ആണ്. ഫസ്റ്റ് ഇയറിൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, വെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ കമ്പനി എന്താ എക്സ്പെക്ട് ചെയ്യുക ഫസ്റ്റ് ഇയറിന്റെ എൻഡില്? അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡ് ഇയറിൽ എന്താവാം, വെസ്റ്റ് ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ കണ്ടീഷൻ അത് പറഞ്ഞത് ആവറേജ് ഏർണിംഗ് ഓഫ് 2 years 13% ആവണം. എത്രയാ അപ്പൊ ആവറേജ്? ഫസ്റ്റ് ഇയറിൽ 14ഉം സെക്കൻഡ് ഇയറിൽ 10ഉം, ടോട്ടൽ 24%. 2 വർഷമാണ്. ആവറേജ് എത്ര വരുന്നേ ഉള്ളൂ, 12% വരുന്നേ ഉള്ളൂ. അപ്പൊ 12% എംപ്ലോയീസ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നത്? ആവറേജ് 13 ആണെങ്കിൽ, 2 വർഷത്തിന്റെ ആവറേജ് ഏർണിംഗ്സ് 13 ആണെങ്കിൽ വെസ്റ്റ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ഇയറിലും എന്ത് ചെയ്തില്ല, വെസ്റ്റ് ചെയ്തില്ല. ഇപ്പൊ കമ്പനി പിന്നെ എന്ത് പ്രതീക്ഷിക്കും? അങ്ങനെയാണെങ്കിൽ ഇത് തേർഡ് ഇയറിലെങ്കിലും വെസ്റ്റ് ചെയ്യുമായിരിക്കും. തേർഡ് ഇയറിൽ എന്താ പറയുന്നത്? ആവറേജ് ഏർണിംഗ് ഓഫ് 3 years എത്രയാവണം? 10 ആവണം. അപ്പൊ 14 plus 10 24 plus 7 ടോട്ടൽ 31. 3 yearsനാണ്. അപ്പൊ ആവറേജ് മോർ ദാൻ 10 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? മോർ ദാൻ 10 ആയതുകൊണ്ട് ഇത് വെസ്റ്റ് ചെയ്തു. അപ്പൊ തേർഡ് ഇയറിലാണ് ഓപ്ഷൻസ് വെസ്റ്റ് ചെയ്തത്. തേർഡ് ഇയറിലാണ് കമ്പനിക്ക് എന്ത് കിട്ടുന്നത്? ബാങ്ക് ത്രൂ എമൗണ്ട് കിട്ടുന്നത്. പക്ഷെ ഫസ്റ്റ് ഇയറില് എംപ്ലോയി എക്സ്പെൻസ് ഉണ്ട്, സെക്കൻഡ് ഇയറില് എംപ്ലോയി എക്സ്പെൻസ് ഉണ്ട്, ആസ് വെൽ ആസ് തേർഡ് ഇയറില് എംപ്ലോയി എക്സ്പെൻസ് ഉണ്ട്. ലാസ്റ്റ് പോയിന്റ്, 850 employees exercised their vested option within a year and remaining options were unexercised at the end of contractual life. Pass journal entries for the above. ഇപ്പൊ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തറിയണം? ഇവിടെ 3 വർഷമുണ്ട്. 31st March 15 എൻഡ് ചെയ്ത ഒരു വർഷം, 31st March 16 എൻഡ് ചെയ്ത ഒരു ഇയർ, അതേപോലെ തന്നെ 31st March 17 എൻഡ് ചെയ്ത ഇയർ, 31st March 15, 31st March 16 and 31st March 17. ഇപ്പൊ ജേർണൽ എൻട്രി വളരെ സിമ്പിൾ ആണ്. ജേർണൽ എൻട്രി ആദ്യം ഒരു എൻട്രി പാസ് ചെയ്യുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. പിന്നീട് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് P&L ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. പിന്നെ ഒരു എമൗണ്ട് എങ്ങോട്ട് പോകും? അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എമൗണ്ട് എങ്ങോട്ട് പോകും? എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ജനറൽ റിസർവിലോട്ട് പോകും. ആൻഡ് ഫൈനലി നമ്മൾ തേർഡ് ഇയറിൽ എന്ത് പാസ് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിന്റെ ക്യാഷ് വരുന്നത് പാസ് ചെയ്യും. എനിവേ 15ലും 16ലും 17ലും എന്ത് വരുന്നുണ്ട്? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടില് 2015 എത്ര വേണം, 2016 എത്ര വേണം, 2017 എത്ര വേണം. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് തുടങ്ങുകയാണ്. ആദ്യം എത്രയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. ഓപ്ഷൻസ്. അപ്പൊ ഓപ്ഷൻസ് ഫസ്റ്റ് ഇയറിൽ 100 സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. എത്ര എംപ്ലോയീസ് ഉണ്ട്? 1000 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ 1000 എംപ്ലോയീസ് ഇൻറ്റു 100 ഈക്വൽ ടു 1 lakh ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി എത്ര ഓപ്ഷൻസ് ആണ് ലാപ്സ് ചെയ്തത്? അവർ പറയുന്നുണ്ട് 5000 അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ്ഡ് ഓൺ 31st March 15. ഇതെപ്പോഴാണ് ഉള്ളത്? 1st April 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എത്ര കൊടുത്തു? 1 lakh ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 31st March 15 ആയപ്പോത്തിന്, ഇയർ എൻഡ് ആയപ്പോത്തിന് 5000 ഓപ്ഷൻസ് എന്ത് ചെയ്തു? ലാപ്സ് ആയി. ഓപ്ഷൻസ് ലാപ്സ്ഡ്. അപ്പൊ എത്ര ഓപ്ഷൻസ് ആണ് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്? 95,000 ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 31st March 2015. അപ്പൊ ഇത് ഞാൻ ബിഗിനിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ആണ്. അപ്പൊ 31st March 2015 95,000 ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ബിഗിനിങ്ങില്, ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്ങില് എത്ര ഉണ്ടാവും? 95,000 ഓപ്ഷൻസ് ഉണ്ടാവും. സെക്കൻഡ് ഇയറിൽ 31st March 2016 ആയപ്പോ 4,000 അൺവെസ്റ്റഡ് ഓപ്ഷൻ എന്തായി? ലാപ്സ് ആയി. 95,000 മൈനസ് ലാപ്സ് ആയത് 4,000,
ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് 31st March 2016 ഇയർ എൻഡിൽ 91,000 ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇതിന്റെ ബിഗിനിങ്ങിൽ 91,000 ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇനി അവരെന്താ പറയുന്നത്, ആ ഇയറിൽ 31st March 2017 3,500 ഓപ്ഷൻസ് ലാപ്സ് ആയി. -3,500 നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്ത് നോക്കൂ. 91,000 -3,500 87,500 ആണ് ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മളിത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, എത്രയാണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ് ടോട്ടൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. അതിനെന്താ അറിയേണ്ടത്, മാർക്കറ്റ് വാല്യൂവും എക്സസ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ആയിരുന്നു. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ആയിരുന്നു. എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 20 ആയിരുന്നു. അപ്പോൾ എത്ര വരുന്നത്, ഇൻറ്റു 30 ആണ്. ഒരു ഓപ്ഷനിൽ എംപ്ലോയി എക്സ്പെൻസ് ആയിട്ട് വരുന്നത് 30 ആണ് ഒരു ഓപ്ഷനിൽ. അങ്ങനെ 95,000 ഓപ്ഷൻ ഉണ്ട്. 95,000 ഇൻറ്റു 30 എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ ടോട്ടൽ വരേണ്ടത് 28,50,000. സെക്കൻഡ് ഇയറിൽ 91,000 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഓപ്ഷന്റെ എക്സ്പെൻസ് 30, 27,30,000. ആൻഡ് തേർഡ് ഇയറിൽ 87,500 into 30, 26,25,000. നെക്സ്റ്റ്, അപ്പൊ ഇത് ടോട്ടൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. നമ്മൾ നോക്കേണ്ടത് കോമ്പൻസേഷൻ എക്സ്പെൻസ് ഫോർ ദി ഇയർ എത്രയെന്നാണ് നോക്കേണ്ടത്, ടോട്ടൽ അല്ല. ഇത് ടോട്ടൽ ആണ്. ഇത് 1 lakh അല്ലെങ്കിൽ 95,000 ഓപ്ഷൻസ് ആകുമ്പോഴാണ് 28,50,000. 91,000 ഓപ്ഷൻ ആകുമ്പോഴാണ് 27,30,000. 87,500 ഓപ്ഷൻ ആകുമ്പോഴാണ് 26,25,000. അപ്പൊ ഈ ഫിഗേഴ്സ് എല്ലാം ടോട്ടൽ ആണ്. നമുക്ക് അറിയേണ്ടത് ഒരു വർഷത്തെ എക്സ്പെൻസ് എത്രയാണെന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ഫോർ ദ ഇയർ, എക്സ്പെൻസ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഫോർ ദി ഇയർ, ഒരു വർഷത്തെ എക്സ്പെൻസ്. ഒരു വർഷത്തെ എക്സ്പെൻസ് എങ്ങനെ അറിയാം, അത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇത് ആദ്യത്തെ വർഷമാണോ ഇത് വെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 28,50,000 കംപ്ലീറ്റ് ഫസ്റ്റ് ഇയറിൽ പോകും. പക്ഷെ ആദ്യത്തെ വർഷം വെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യത്തെ വർഷം 16% ആണെങ്കിൽ, ആ വേർഡിങ്സ് ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കണം. ആ വേർഡിങ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. ആ വേർഡിങ്സിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് തെറ്റും. ഈ ഒരു പാർട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് തെറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തെറ്റും, പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഇത് വെസ്റ്റ് ചെയ്യുന്നത്. അതിനവർ പറയുന്നത്, ഈ വേർഡ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ് വായിക്കണം നിങ്ങൾ. These options will vest at the end of year 1 if the earning of choice limited is 16%. അപ്പോൾ earning 16% ആണെങ്കിൽ എന്ത് ചെയ്യും, വെസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ, ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ എത്ര നമ്മുടെ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഉള്ളത് 28,50,000. ഫസ്റ്റ് ഇയറിൽ 16% ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ വെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് കാണിക്കാം, ഫസ്റ്റ് ഇയറിലെ 28,50,000 കാണിക്കാം. പക്ഷെ എന്താ ക്രൈറ്റീരിയ, ഫസ്റ്റ് ഇയറിൽ 16% വേണം ഏർണിങ്സ്. ഫസ്റ്റ് ഇയറിൽ 16% ഏർണിങ്സ് ഉണ്ടോ, ഇതോ ഇവിടെ വായിക്കൂ, അടുത്ത അണ്ടർലൈൻ ചെയ്യുന്നത്. ഫോളോയിങ് ഈസ് ദ ഏർണിംഗ് ഓഫ് ചോയ്സ് ലിമിറ്റഡ്, ഇയർ എൻഡഡ് ഓൺ 31st March 2015. അതായത് ഫസ്റ്റ് ഇയറിൽ ഏർണിങ്സ് എത്രയേ ഉള്ളൂ, 14% ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യില്ല, ഫസ്റ്റ് ഇയറിൽ വെസ്റ്റ് ചെയ്യില്ല. അപ്പൊ അവര് പിന്നെ എന്താ പറയുന്നത്, ഓർ ഇറ്റ് വിൽ വെസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ, ഫുൾ സ്റ്റോപ്പ്. ഇനി വായിക്കരുത്. അപ്പോ ഫസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത്, മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 16% ആണെങ്കിൽ
ഫസ്റ്റ് ഇയറിലെ വെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ 28,50,000 എന്ന് പറയുന്ന എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഫുള്ള് ഫസ്റ്റ് ഇയറിൽ കാണിക്കാം. ഇല്ലെങ്കിൽ എപ്പോ വെസ്റ്റ് ചെയ്യും? സെക്കൻഡ് ഇയറിൽ വെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നേ? ഫസ്റ്റ് ഇയറിന്റെ എൻഡിലെത്തി. ഫസ്റ്റ് ഇയറിന്റെ എൻഡിലെത്തിയപ്പോ നമ്മൾ എന്ത് നോക്കി? 16% ഉണ്ടോ നോക്കി. ഇല്ല, 16% ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ഓക്കെ, ഇത് സെക്കൻഡ് ഇയറിൽ വെസ്റ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ എൻഡിന്റെ ഫിഗർ ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ല, കാരണം നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? ഫസ്റ്റ് ഇയറിന്റെ എൻഡിലാണ്. ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ എത്തിയപ്പോൾ നമ്മൾക്ക് അറിയാം 16% ആണെങ്കിൽ വെസ്റ്റ് ചെയ്യും, 16% ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ഓക്കെ, എന്നാൽ അടുത്ത വർഷം വെസ്റ്റ് ചെയ്യും. അപ്പോ ഈ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി? 2 years ആയി എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര കാണിക്കണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് അടുത്ത വർഷം വെസ്റ്റ് ചെയ്യും എന്നാണ്. ഇപ്പൊ 28,50,000 2 വർഷമാണ്. ഇത് ടോട്ടൽ ആണ്. ഓക്കെ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത വർഷം വെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ 28,50,000 എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ളതാണ്. അപ്പൊ കറണ്ട് ഇയറിൽ എത്ര കാണിക്കണം? ഹാഫ്, 14,25,000. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത വർഷത്തോട്ട് പോവാണ്. അപ്പൊ ഈ വർഷം തീർന്നേ, ഈ വർഷം തീർന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത വർഷത്തിലോട്ട് പോവാണ്. അടുത്ത വർഷം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സെക്കൻഡ് ഇയറിന്റെ എൻഡിലെത്തി. ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ എൻഡിലെത്തിയപ്പോ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് കുറച്ച് കുറഞ്ഞു, 27,30,000 ആയി. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ഒരു 5,000 സംതിങ്, 4,000 എന്തുണ്ടായിരുന്നു? അൺവെസ്റ്റഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 28,50,000 ഒന്നുമില്ല. ഇപ്പൊ എത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ? 27,30,000 ആയിരുന്നു. ഇനി സെക്കൻഡ് ഇയറിൽ ഇത് വെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് എങ്ങോട്ട് പോകും? സെക്കൻഡ് ഇയറിലോട്ട് പോകും. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ വെസ്റ്റ് ചെയ്തോ ഇല്ലേ നോക്കണം. അതിന് അവരെന്താ പറയുന്നത്? ഇനി ഇപ്പുറത്തുള്ളത് വായിക്കും. ഓർ ഇറ്റ് വിൽ വെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ എൻഡ് ആയി. ഇഫ് ദി ആവറേജ് ഏർണിംഗ് ഓഫ് 2 year ഈസ് 13%. അപ്പൊ ആവറേജ് ഏർണിംഗ് 13% ആണെങ്കിൽ ഇത് വെസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാ എക്സ്പെൻസും സെക്കൻഡ് ഇയറിൽ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് 13% ആണോ ആവറേജ്? 14 plus 10, 24 divided by 2 equal to 12%. ഇപ്പൊ 12% ഉള്ളൂ. എന്തില്ല? 13% ഇല്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ഇയർ 2ലും വെസ്റ്റ് ചെയ്യില്ല. ഓർ അപ്പൊ എങ്ങോട്ട് പോകും? തേർഡ് ഇയറിലോട്ട് പോകും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, സെക്കൻഡ് ഇയറിലും എന്ത് ചെയ്യുന്നില്ല? വെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇത് 27,30,000 ആണ് 2 വർഷത്തെ ടോട്ടൽ. അപ്പൊ ഇത് 2 വർഷത്തേക്കാണ്. ഇപ്പൊ രണ്ടാമത്തെ 2 വർഷത്തെ ക്യുമുലേറ്റീവ് ആണ്. അപ്പൊ ഇൻറ്റു 2/3. എങ്ങനെ നമുക്ക് 2/3 കിട്ടിയത്? 27,30,000 ക്യുമുലേറ്റീവ് ആണ്. 2 വർഷത്തേക്കാണ്. 2 വർഷം എൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ, ഈ വർഷം അത് 14% ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, 13% ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 27,30,000 ഈ 2 വർഷങ്ങളായിട്ട് കാണിക്കാമായിരുന്നു. പക്ഷേ 27,30,000 സെക്കൻഡ് ഇയർ ആയപ്പോഴും വെസ്റ്റിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തേർഡ് ഇയറിലോട്ടും കൂടി പോകും. അപ്പൊ ഈ 27,30,000 എന്ന് പറയുന്നത് 3 വർഷത്തെ എക്സ്പെൻസ് ആണ്, ടോട്ടൽ ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടോട്ടൽ ആണ്. ഇപ്പൊ 27,30,000 3 ഇയേഴ്സിനാണ്. ഇപ്പൊ നമ്മൾ എത്ര വർഷമായി? 2 വർഷമായി. അപ്പൊ ക്യുമുലേറ്റീവ് എത്രയാ? ക്യുമുലേറ്റീവ് ആണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 27,30,000 into 2/3, 18,20,000 ആണ് കാണിക്കേണ്ടത് ക്യുമുലേറ്റീവ് ആയിട്ട്. ഇത് 2 വർഷത്തേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഇയറിലോട്ട് പോകുന്നു. ഇപ്പൊ നമ്മള് ഇനി സെക്കൻഡ് ഇയർ മറക്കണം. 26,25,000 തേർഡ് ഇയറിന്റെ എൻഡില്. എന്താ ക്രൈറ്റീരിയ പറയുന്നത്? ഓർ ലാസ്റ്റ്ലി ഇറ്റ് വിൽ വെസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ ഇഫ് ദി ആവറേജ് ഏർണിംഗ് ഓഫ് 3 years 10%. ഇനി 3 ഇയേഴ്സിന്റെ ആവറേജ് 10 ആണോ നോക്കണം. 14 plus 10, 24 plus 7, 31. അപ്പൊ ആവറേജ് 31 divided by 10 എന്താണ്? 3 എന്താണെങ്കിലും 10ന്റെ മുകളിലുണ്ട്. അപ്പൊ തേർഡ് ഇയറിൽ ഇത് എന്ത് ചെയ്യും? വെസ്റ്റ് ചെയ്യും. അപ്പൊ ഫുള്ള് എപ്പോ കാണിക്കണം? തേർഡ് ഇയറിലോട്ട് കാണിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ തേർഡ് ഇയറിൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എത്രയായിരിക്കും? ടോട്ടൽ 26,25,000. അപ്പൊ ഇതെല്ലാം എന്തായിരുന്നു? ടോട്ടൽ അല്ലെങ്കിൽ ഇതെല്ലാം അക്യുമുലേറ്റഡ് ആയിരുന്നു. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അക്യുമുലേറ്റഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തെ എക്സ്പെൻസ് എത്രയാണ്.
എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഇത് എത്രയാണ് P&L റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്ത വേർഡ് റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പൊ അതാണ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മുടെ ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് recognized in previous year. ഞാനൊരു സ്റ്റെപ്പ് ചെയ്തിരുന്നു. recognized in previous year. So അടുത്ത ലാസ്റ്റ് ലൈനിൽ therefore employee compensation, just wait ചെയ്താൽ മതി, compensation to be recognized in current year. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഫസ്റ്റ് ഇയറിൽ എത്രയും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് 14,25,000 ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് കണ്ണ് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഞാനതൊരു ഗ്രീനിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ 14,25,000 ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിലാണ്. അപ്പൊ എത്ര പ്രീവിയസ് ഇയറിൽ റെക്കഗ്നൈസ് ചെയ്തത്? ഒന്നുമില്ല. 14,25,000 മൈനസ് 0. അപ്പോൾ ഈ വർഷം ഫസ്റ്റ് ഇയറിൽ 14,25,000 റെക്കഗ്നൈസ് ചെയ്യണം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ചേർത്തിട്ട്, ഇത് ക്യുമുലേറ്റീവ് ആണ്, അക്യുമുലേറ്റഡ് ആണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ചേർത്തിട്ട് എത്ര റെക്കഗ്നൈസ് ചെയ്യണം? 18,20,000 റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ എത്ര റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു? 14,25,000 റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ 2 വർഷം 18,25,000 ആണ്. പ്രീവിയസ് ഇയറിലെ 14,25,000 റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ ഈ വർഷം എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 3,95,000 ആണ്. ഇനി തേർഡ് ഇയർ ആകുമ്പോൾ ക്യുമുലേറ്റീവ് ആണ്. എത്ര റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 26,25,000 റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പൊ എത്ര റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു? നിങ്ങൾ ഒരു 14,25,000ഉം അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 14,25,000 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് ഇയറിൽ, ഫസ്റ്റ് ഇയറിൽ 14,25,000 റെക്കഗ്നൈസ് ചെയ്തു. സെക്കൻഡ് ഇയറിൽ എത്ര റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു? 3,95,000 റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ നിങ്ങൾ എത്ര റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു? 18,20,000 റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 26,25,000 മൈനസ് 18,20,000 8,05,000 ആണ് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, തേർഡ് ഇയറിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ആൾമോസ്റ്റ് ഏതുപോലെയാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അവിടെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലാകുമ്പോൾ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് ക്യുമുലേറ്റഡ് വേർഷൻ മൈനസ് ഫസ്റ്റ് ഇയർ ആണ്. അപ്പോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ഒക്കെ പഠിച്ച സ്റ്റുഡൻസിന് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ സെയിം കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 റവന്യൂ റെക്കഗ്നിഷൻ ആണ്. ഇവിടെ എന്തായിരുന്നു മാത്രം? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ആണെന്നുള്ളത് മാത്രം. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ക്ലാസ് ഒന്ന് പരിശീലിക്കുന്നത് നന്നായിരിക്കും. അത് എന്റെ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന ഈ സൈറ്റിൽ തന്നെ, ഈ യൂട്യൂബ് ചാനൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിന്റെ അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ അക്കൗണ്ടിങ് എൻട്രി എന്തായിരിക്കുമെന്ന് നോക്കാം. അപ്പോ ഞാൻ 31 മാർച്ച് 2015 പാസ് ചെയ്യുന്ന എൻട്രി ആണ്. ആദ്യത്തെ എൻട്രി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എൻട്രി ആണ്. അപ്പോൾ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. എത്ര എക്സ്പെൻസ്? 14,25,000 and 14,25,000. നെക്സ്റ്റ് 31 മാർച്ച് 2015 തന്നെ ഈ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. അതോടുകൂടി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ആയി. എമൗണ്ട് എങ്ങോട്ട് പോയി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോയി. 14,25,000. ഓക്കെ, സോ നെക്സ്റ്റ് 31 മാർച്ച് 2016 എൻഡ് ആകുമ്പോൾ ഉള്ള എൻട്രി സെയിം ആയിരിക്കും.
ആദ്യം നമ്മൾ പാസ് ചെയ്യുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് എന്നുള്ളതും, പിന്നെ ഈ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? സെക്കൻഡ് ഇയറിൽ 2016 എമൗണ്ട് 3,95,000. So employee compensation expense account debtor to employee share option outstanding account and profit and loss account 3,95,000 to employee compensation expense account 3,95,000. The next നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് 31st March 2017 31st March 2017 ഈ പറയുന്ന രണ്ട് എൻട്രീസ് ഉണ്ടാവും. അത് കൂടാതെ ലാപ്സ് ആയി പോയ എൻട്രി ഇതുണ്ടാവും. കാരണം തേർഡ് ഇയറിൽ വെസ്റ്റ് ആയി ലാപ്സ് ആയി പോയത് ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ബാങ്ക് അക്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ്, അങ്ങനെ 4 എൻട്രീസ് ഉണ്ടാവും. നമുക്ക് അതിലോട്ട് പോകാം. 31st March 2017 റെക്കോർഡ്സ്. 31st March 2017 എൻട്രി. ഫസ്റ്റ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് 8,05,000. നെക്സ്റ്റ് ഇത് P&Lലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് 8,500. ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര ഷെയർ ആണ് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്, ഇതാ മുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് ഞാൻ ബ്ലൂ ഇങ്കിൽ കാണിക്കുന്നുണ്ട്. 87,500 ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഈ ഓപ്ഷൻസിൽ എത്ര ഓപ്ഷനാണ് ആക്ച്വലി എംപ്ലോയീസ് എടുത്തത്? എംപ്ലോയീസ് ലാസ്റ്റ് പറയുന്നു 850 എംപ്ലോയീസ് ആണ് ഓപ്ഷൻ എക്സസൈസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 850 ഇൻറ്റു ഈച്ച് എംപ്ലോയിക്ക് 100 ഓപ്ഷൻ ആയിരുന്നു. 850 ഇൻറ്റു 100 85,000 ഓപ്ഷൻ ആണ് വെസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ എത്ര ഓപ്ഷൻ ആണ് കാണിച്ചിരുന്നത്? 87,500 ഓപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു 2,500ന്റെ ഓപ്ഷൻസ് എന്തായി? അൺവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ലാപ്സ് ആയി പോവുകയോ എടുക്കാതെ പോവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എൻട്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയി ഷെയർ ഓപ്ഷൻ അക്കൗണ്ടിംഗ് ഡെറ്റർ ടു ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര ഓപ്ഷൻ ആയിരുന്നു? ആ ഓപ്ഷൻ ഇവിടെ ഞാനത് കാണിക്കുന്നുണ്ട്. 87,500 ആയിരുന്നു നമ്മുടെ കാൽക്കുലേഷനിൽ. പക്ഷെ ആക്ച്വലി 85,000 ഓപ്ഷൻ മാത്രമേ എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്തേയുള്ളൂ. ഒരു ഓപ്ഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30 ആയിരുന്നു. അപ്പൊ 2,500 into 30 75,000 എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് എങ്ങോട്ട് പോയി? ജനറൽ റിസർവിലോട്ട് പോയി. ഇനി ക്യാഷ് കിട്ടും. 31st March 2017 ക്യാഷ് കിട്ടും. അപ്പൊ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര ഓപ്ഷൻസ് ആണ് എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? 85,000 ഓപ്ഷൻസ് ആണ്. എത്ര ഓപ്ഷന്റെ പ്രൈസ്? 20. അപ്പോ 85,000 ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. 20 ആണ് എംപ്ലോയീസ് കൊടുക്കുന്നത്. 85,000 into 20 17 lakh ഡെറ്റർ. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണം. എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെറ്റർ അതവിടെ നിൽക്കട്ടെ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോകേണ്ടത്? എത്ര ഷെയർസ് ആണ് കൊടുക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 85,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ 10 ആണ്. 8,50,000 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടും. ടു സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എത്ര? പ്രീമിയം 85,000 ഷെയർസ് ആണ്. പ്രീമിയം എന്ന് പറയുന്നത് 50 ആണ് മാർക്കറ്റിലെ റേറ്റ്, മൈനസ് 10 ആണ് ഫേസ് വാല്യൂ. അപ്പൊ പ്രീമിയം 40 ആണ്. അപ്പോ 85,000 into 40 34 lakhs. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 42,500 ആണ്. ഇവിടെ ബാലൻസ് എത്ര വേണം? 25,50,000. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ് എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്നത്? 26,25,000 ആണ് ടോട്ടൽ കോമ്പൻസേഷൻ. അപ്പൊ എത്ര ടോട്ടൽ എംപ്ലോയി ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗും? കാരണം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു എംപ്ലോയി ഷെയർ ഓപ്ഷൻ പ്ലാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്.
26,25,000 ആയിരുന്നു. അതിലൊരു 75,000 നിങ്ങൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഉള്ളത് 25,50,000. അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല സിമ്പിൾ ബാലൻസിങ് ഫിഗർ ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയേണ്ട എൻട്രി ഇതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എംപ്ലോയി ഷെയർ ഓപ്ഷൻ പ്ലാൻ ഇനി ഇല്ല, അവർക്ക് ഷെയർ കൊടുക്കുകയാണ്. അപ്പൊ ആ ലയബിലിറ്റി ഇല്ലാണ്ടായി, അപ്പൊ അത് ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഷെയർ പ്രീമിയത്തിനാണെങ്കിൽ ഷെയർ പ്രീമിയം. ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നത് 20 ആണ്. അപ്പോ ഇത് എത്രയായിരിക്കും? 30 ആണ്. ഇത് എങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നത് 20 ആണ്. ടോട്ടൽ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് 30 ആണ്. അപ്പൊ 85,000 ഇൻറ്റു 30. എങ്ങനെ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും, ഇൻറ്റു 30. ഷെയർ ക്യാപിറ്റലിലോട്ട് എത്ര പോകാൻ പാടുള്ളൂ? ഫേസ് വാല്യൂ മാത്രം. അപ്പോൾ 10. അപ്പൊ 50 ആണ്, അതിൽ 10 ആണ് 50 ആണ് മാർക്കറ്റിലെ വാല്യൂ, 10 ആണ് ഫേസ് വാല്യൂ. അപ്പൊ 40 ആണ് പ്രീമിയം. അപ്പൊ 85,000 ഇൻറ്റു 40, 34 lakhs. That's all. Thank you for learning with Basil Neelambra. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ആ കണ്ടിന്യൂഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്.